DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 3 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് 9 ജില്ലകളിൽ തീവ്രമഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചത്. അടുത്ത 3 മണിക്കൂർ നേരത്തേക്കാണ് മുന്നറിയിപ്പ്. പുലർച്ചെ 7 ജില്ലകളിലായിരുന്നു ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിരുന്നത്. അടുത്ത അറിയിപ്പ്, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിലനിർത്താൻ സാധിക്കാത്ത ഉപഭോക്താക്കളിൽ നിന്ന് ബാങ്കുകൾ ഈടാക്കിയത് 786 കോടി രൂപയാണ്. ഇതിൽ വലിയൊരു പങ്കും സ്വകാര്യ ബാങ്കുകളാണ് പിഴയായി ഈടാക്കിയിട്ടുള്ളത്. ഇത്തരം സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ അക്കൗണ്ടിലെ മിനിമം ബാലൻസ് പരിധികൾ മനസ്സിലാക്കുകയും പ്രയാസമുള്ളവർ SBI അടക്കമുള്ള ബാങ്കുകളിൽ പിഴയില്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ടുകൾ ആരംഭിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. ഓഗസ്റ്റ് 1 മുതൽ ക്രെഡിറ്റ് കാർഡ് റിവാർഡ് പോയിന്റുകളിലും സേവന നിരക്കുകളിലും വരുത്തിയ മാറ്റങ്ങളും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്ത അറിയിപ്പ്, കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരാൻ കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകിയിട്ടുണ്ട്. 2026-27 സാമ്പത്തിക വർഷം മുതൽ 2030-31 വരെ പദ്ധതി നീട്ടാനായി 3.15 ലക്ഷം കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. കർഷകർക്ക് കൃഷി ആവശ്യങ്ങൾക്കായി വർഷത്തിൽ 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് നൽകുന്ന ഈ പദ്ധതി ലക്ഷക്കണക്കിന് ചെറുകിട കർഷകർക്ക് ആശ്വാസകരമാണ്. അടുത്ത അറിയിപ്പ്, ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവരിൽ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരുടെ പെൻഷൻ നിലവിൽ തടസ്സപ്പെട്ടിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഓൺലൈനായോ ഓഫ്ലൈനായോ ഇത് സമർപ്പിക്കാവുന്നതാണ്. 1 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് മാത്രമാണ് ക്ഷേമ പെൻഷൻ അർഹതയുള്ളത്. മുൻപ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളവർ ഇപ്പോൾ വീണ്ടും നൽകേണ്ടതില്ല. എന്നാൽ ജൂലൈ മാസത്തെ പെൻഷൻ മുടങ്ങിയവർ തങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് ആവശ്യമായ രേഖകൾ സമർപ്പിക്കേണ്ടതാണ്. അടുത്ത അറിയിപ്പ്, 2026 ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അതോടൊപ്പം കേരള സർക്കാർ ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അർഹരായ 73,024 കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിൻ്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം ഇന്ന് 11 മണിക്ക് തിരുവനന്തപുരം കനകക്കുന്ന് പാലസ് മെയിൻ ഹാളിൽ വെച്ച് നടക്കുകയാണ്. നേരത്തെ അർഹതയുള്ള നീലവെള്ള കാർഡുകാർക്ക് BPL പിങ്ക് കാർഡിലേക്ക് അപേക്ഷിക്കാൻ സമയം അനുവദിച്ചിരുന്നു. അത്തരത്തിൽ അപേക്ഷ വെച്ച് അർഹതയുള്ളവർക്കാണ് ഇന്ന് കാർഡുകൾ ലഭിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.